Hi friends, എൻ്റെ പേര് ദീപ്തി. വെൽക്കം ടു ലേൺ ഇംഗ്ലീഷ് വിത്ത് ദീപ്തി. ഇന്നത്തെ വീഡിയോയിൽ സജസ്റ്റ് എന്നുള്ള വേർബിൻ്റെ കറക്റ്റായിട്ടുള്ള യൂസേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് ആൾക്കാർ സജസ്റ്റ് മീ എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. കെൻ യു സജസ്റ്റ് മീ സം ഗുഡ് ബുക്സ്, അല്ലെങ്കിൽ ഓ ഐ എം ലുക്കിംഗ് ഫോർ എ ഗുഡ് മൂവി, കെൻ യു സജസ്റ്റ് മീ. പക്ഷേ സജസ്റ്റ് മീ എന്നുള്ളത് ഒരു ഗ്രാമാറ്റിക്കലി കറക്റ്റ് യൂസേജ് അല്ല. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണിത് തെറ്റായിട്ടുള്ളത്, എങ്ങനെ ഇത് കറക്റ്റായിട്ട് ഈ വേർബ് ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാം. സജസ്റ്റ് എന്നുള്ള വേർബ് എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്? നമ്മൾ ഒരു കാര്യം നല്ലൊരു ഐഡിയ ആണെന്ന് പറയുമ്പോഴാണ് നമ്മൾ സജസ്റ്റ് എന്നുള്ള വേർബ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ പറയാണ്, ഓ ഇതൊരു നല്ല റെസ്റ്റോറൻ്റ് ആണ് എന്ന് നമ്മൾ പറയുവാണെങ്കിൽ എനിക്ക് പറയാം ഐ സജസ്റ്റ് ദിസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇതൊരു നല്ല റെസ്റ്റോറൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ എനിക്കൊരു ഐഡിയ പറയാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് സുഖമില്ലെങ്കിൽ ഞാൻ പറയാം, ഓ ഐ സജസ്റ്റ് യു ഗോ സീ ദ ഡോക്ടർ. അപ്പം ഞാനൊരു ഐഡിയ പറയാണ്, ഡോക്ടറെ കാണാൻ പോവുക എന്നുള്ളത് ഒരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നു എന്നാണ് ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഐ സജസ്റ്റ് യു ഗോ സീ എ ഡോക്ടർ എന്ന് വെച്ചാൽ നീ ഡോക്ടറെ കാണാൻ പോകണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം നല്ലതാണെന്ന് നമ്മൾ പറയുമ്പോഴാണ് സജസ്റ്റ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊരു ഐഡിയ ആവാം, ഒരു സാധനമാകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെപ്പറ്റി ആവാം നമ്മൾ സജസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ സജസ്റ്റ് എപ്പോഴും അതിൻ്റെ കൂടെ ഒരു ഡയറക്റ്റ് ഓബ്ജക്റ്റ് വേണം. നമ്മൾ എന്തിനെയാണ് സജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് എപ്പോഴും സജസ്റ്റിൻ്റെ കൂടെ കാണണം. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറയും. അപ്പോൾ ഒരു ഡയറക്റ്റ് ഓബ്ജക്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ ചോദ്യം ചോദിക്കുക, വാട്ട് ആർ യു സജസ്റ്റിംഗ്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണോ അതാണ് ഡയറക്റ്റ് ഓബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു സെൻറ്റൻസ് നോക്കാം. കെൻ യു സജസ്റ്റ് മീ സം ഗുഡ് ബുക്സ്? ഈ സെൻറ്റൻസിൽ ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്തായിരിക്കും? അപ്പോൾ നമുക്ക് ഈ ചോദ്യം ചോദിക്കാം, വാട്ട് ആർ യു സജസ്റ്റിംഗ്? എന്താണ് സജഷൻ കൊടുക്കുന്നത്? ക്യാൻ യു സജസ്റ്റ് മീ സം ഗുഡ് ബുക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് നല്ല പുസ്തകങ്ങൾ പറഞ്ഞു തരാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞു തരുന്നത്? കുറച്ച് നല്ല പുസ്തകങ്ങളുടെ പേരല്ലേ, അതല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം സം ഗുഡ് ബുക്സ് ആണ് അവിടുത്തെ ഡയറക്റ്റ് ഓബ്ജക്റ്റ്, സജസ്റ്റ് എന്നുള്ള വേർബിൻ്റെ ഡയറക്റ്റ് ഓബ്ജക്റ്റ്. അപ്പോൾ ഈ സജസ്റ്റ് എന്നുള്ള വേർബിൻ്റെ അടുത്ത് വരണം ഈ ഡയറക്റ്റ് ഓബ്ജക്റ്റ്. സജസ്റ്റ് സം ഗുഡ് ബുക്സ് എന്ന് വേണം നമ്മൾ പറയാൻ. പക്ഷേ ഈ സെൻറ്റൻസിൽ എന്താണ് നമ്മൾ പറയുന്നത്? കെൻ യു സജസ്റ്റ് മീ അല്ലെ? മീ എന്നുള്ളതൊരു ഡയറക്റ്റ് ഓബ്ജക്റ്റ് അല്ല. മീ എന്നുള്ളത് നമ്മൾ ഈ സജഷൻ ആർക്കാണ് കൊടുക്കുന്നത്? അവരാണ് ഈ മീ അല്ലേ? അപ്പോൾ അതല്ല ഡയറക്റ്റ് ഓബ്ജക്റ്റ്. അപ്പോൾ ഡയറക്റ്റ് ഓബ്ജക്റ്റാണ് ഈ സജസ്റ്റിൻ്റെ അടുത്ത് വരേണ്ടത്. ഡയറക്റ്റ് ഓബ്ജക്റ്റ് എന്താ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം സം ഗുഡ് ബുക്സ് ആണ്. അപ്പോൾ കെൻ യു സജസ്റ്റ് സം ഗുഡ് ബുക്സ് ടു മീ എന്ന് പറയണം. അതാണ് കറക്റ്റായിട്ടുള്ള യൂസേജ്. ജനറലി ഇങ്ങനത്തെ സെൻറ്റൻസസ് നമ്മൾ പറയുന്നത് സജസ്റ്റ് സംതിങ് ടു സം വൺ എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് യൂസേജ്. സംതിങ് ഇവിടെ ഈ ഡയറക്റ്റ് ഓബ്ജക്റ്റ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, ആ ഐഡിയ അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യമാണ് സജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഡയറക്റ്റ് ഓബ്ജക്റ്റ് സംതിങ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ സജസ്റ്റ് സംതിങ് ടു സം വൺ. സം വൺ എന്ന് പറഞ്ഞാൽ ആർക്കാണ് നമ്മൾ ഐഡിയ കൊടുക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ തരുവാണെങ്കിൽ നിങ്ങളാണ് ഈ സം വൺ ആയിട്ട് നമ്മുടെ ഈ സെൻറ്റൻസിൽ വരുന്നത്. അപ്പോൾ സജസ്റ്റ് സംതിങ് ടു സം വൺ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള യൂസേജ്. അപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസിൽ കെൻ യു സജസ്റ്റ് മീ സം ഗുഡ് ബുക്സ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം സജസ്റ്റ് സംതിങ് ആണ് ആദ്യം വരേണ്ടത്. അപ്പം എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? സം ഗുഡ് ബുക്സ് അവിടെ ഇടണം. എന്നിട്ട് മീ പിന്നെയാണ് വരുന്നത്, ടു മീ എന്ന് നമ്മൾ പറയണം. ഇതാണ് കറക്റ്റായിട്ടുള്ള യൂസേജ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സജസ്റ്റിൻ്റെ യൂസേജ് ഇങ്ങനെ ഒരുപാട് പേർക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാൻ കാരണം ഇതേപോലെ ഉപയോഗിക്കുന്ന വേറെ വേർബ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ടെൽ എന്നുള്ള വേർബ് നമുക്ക് ടെൽ മീ സംതിങ് എന്ന് പറയാം. ടെൽ മീ
എന്നും പറയാം. ഇത് രണ്ടും കറക്റ്റാണ്. പക്ഷേ സജസ്റ്റ് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സജസ്റ്റിൻ്റെ യൂസേജ് കുറേ കൂടെ സേ എന്നുള്ള വേർബിൻ്റെ യൂസേജ് പോലെയാണ്. സേ മീ സംതിങ് എന്ന് നമ്മൾ പറയുമോ? അത് തെറ്റല്ലേ? അങ്ങനെ നമ്മൾ പറയത്തില്ല. അതേപോലെ സേ മീ എന്നും നമ്മൾ പറയത്തില്ല. അതേപോലത്തെ ഒരു യൂസേജാണ് സജസ്റ്റിൻ്റെ. അതുകൊണ്ട് സജസ്റ്റ് മീ എന്നുള്ള ആ യൂസേജ് ശരിയല്ല. അത് നമ്മൾ കഴിയുന്നിടത്തോളം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. സജസ്റ്റ് പോലെ സിമിലർ ആയിട്ടുള്ള മറ്റ് ചില വേർബ്സ് ആണ് റെക്കമെൻഡ്, പ്രൊപ്പോസ്, എക്സ്പ്ലെയിൻ. ഇതൊക്കെ സെയിം യൂസേജ് ആണ്. നമുക്ക് അതിൻ്റെ 1-2 എക്സാമ്പിൾസ് നോക്കാം. പ്ലീസ് റെക്കമെൻഡ് മീ എ ഗുഡ് റെസ്റ്റോറൻറ്റ്. ഇതും തെറ്റാണ്. കറക്റ്റായിട്ട് എങ്ങനെ നമ്മൾ പറയണം? പ്ലീസ് റെക്കമെൻഡ് എ ഗുഡ് റെസ്റ്റോറൻറ്റ് ടു മീ. ഇതാണ് ശരി. ഇനി നമുക്ക് എക്സ്പ്ലെയിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഷീ എക്സ്പ്ലെയിൻഡ് മീ ദ ആൻസർ. ഇതും തെറ്റാണ്. എങ്ങനെയാണ് നമ്മളിത് ശരിയായിട്ട് എഴുതുന്നത്? ഷീ എക്സ്പ്ലെയിൻഡ് ദ ആൻസർ ടു മീ. അടുത്തത് മൈ ബോയ് ഫ്രണ്ട് പ്രപ്പോസ്ഡ് മീ. ഇതും ശരിയല്ല. ഇത് കറക്റ്റായിട്ട് മൈ ബോയ് ഫ്രണ്ട് പ്രപ്പോസ്ഡ് ടു മീ എന്ന് വേണം പറയാൻ. ഇംഗ്ലീഷിൽ സജസ്റ്റ് എന്നുള്ള വേർബ് നമ്മുടെ മലയാളത്തിലെ നിർദ്ദേശം എന്നുള്ള വാക്ക് പോലെയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം സജസ്റ്റ് പ്ലസ് എ നൗൺ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യാണ് എന്താണ് നമ്മൾ ലഞ്ചിന് വാങ്ങിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ എനിക്ക് പറയാം ഐ സജസ്റ്റ് പിസ്സ. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് വാങ്ങിക്കണം എന്നുള്ള ചോദ്യത്തിന് എൻ്റെ ഐഡിയ പിസ്സ വാങ്ങിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ പറയുന്നത് ഐ സജസ്റ്റ് പിസ്സ. നമ്മൾ മറ്റൊരാൾ ഒരു കാര്യം ചെയ്യണം എന്ന് നിർദ്ദേശിക്കുമ്പോൾ അതിൻ്റെ യൂസേജ് ഇങ്ങനെ ഇരിക്കും. സജസ്റ്റ് ദാറ്റ് സംവൺ ഡു സംതിങ്. ഫോർ എക്സാമ്പിൾ ഐ സജസ്റ്റ് ദാറ്റ് യു ഗോ ഹോം ഏർലി. നമ്മൾ ഇൻഫോർമലായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ദാറ്റ് അങ്ങ് റിമൂവ് ചെയ്യാൻ പറ്റും ഈ സെൻറ്റൻസിൽ നിന്ന്. ഐ സജസ്റ്റ് യു ഗോ ഹോം ഏർലി എന്ന് പറയാം. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എൻ്റെ നിർദ്ദേശം നിങ്ങൾ ഇന്ന് നേരത്തെ വീട്ടിൽ പോകണം എന്നുള്ളതാണ്. ഈ യൂസേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വേർബ്, ഇപ്പോൾ നമ്മൾ എക്സാമ്പിളിൽ നമ്മൾ ഡു ആണ് പറഞ്ഞത്, സം വൺ ഡു സംതിങ്. അപ്പോൾ ഈ ഡൂവിന് പകരം എന്ത് വേർബും വരാം. പക്ഷേ ഏത് വേർബ് ആയാലും ഇങ്ങനത്തെ യൂസേജിൽ അത് ബേസ് ഫോമിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് പറയാൻ പറ്റത്തില്ല സം വൺ ടു ഡു സംതിങ്, അല്ലെ സം വൺ ഡൂയിങ് സംതിങ്, അല്ലെ സം വൺ ഡിഡ് സംതിങ്, സം വൺ ഡസ് സംതിങ്. ഇങ്ങനത്തെ ഒന്നും പറയാൻ പറ്റത്തില്ല. എപ്പോഴും സം വൺ ഡു സംതിങ്. ഡു എന്ന് വെച്ചാൽ ഒരു വേർബിൻ്റെ ബേസ് ഫോമാണ്. ഗോ എന്നുള്ളതൊരു വേർബിൻ്റെ ബേസ് ഫോമാണ്. ഗോയിങ്, വെൻറ്റ് എന്നുള്ളത് അതിൻ്റെ മറ്റ് ഫോംസാണ്. അപ്പോൾ ഇതേപോലെ ബേസ് ഫോം മാത്രമേ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ നേരത്തെ നോക്കിയ എക്സാമ്പിൾ ഐ സജസ്റ്റ് യു ഗോ ഹോം ഏർലി. ഇവിടെ ഗോയ്ക്ക് പകരം ഞാൻ പറയുവാണ് ഐ സജസ്റ്റ് യു വെൻറ്റ് ഹോം ഏർലി. അത് തെറ്റാണ്. ഐ സജസ്റ്റ് യു ടു ഗോ ഹോം ഏർലി. തെറ്റാണ്. ഐ സജസ്റ്റ് യു ഗോയിങ് ഹോം ഏർലി. ഇതും തെറ്റാണ്. ഇവിടെ കറക്റ്റായിട്ട് ഐ സജസ്റ്റ് യു ഗോ ഹോം ഏർലി മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഒരാൾ നേരത്തെ പറഞ്ഞ ഒരു സജഷനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം സജസ്റ്റ് ദാറ്റ് സംവൺ ഷുഡ് ഡു സംതിങ്. ഷുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സജഷൻ നടന്നത് പാസ്റ്റിലാണെങ്കിൽ നമ്മൾ ഷുഡ് അവിടെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഷുഡ് ഉപയോഗിക്കുന്നത് ശരിയല്ല. കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഹീ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് ഗോ സീ ദ ഡോക്ടർ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇയാൾ നിർദ്ദേശിച്ചു ഞാൻ ഡോക്ടറെ പോയി കാണണമെന്ന്. അപ്പോൾ ഈ നിർദ്ദേശം കൊടുത്തത് നേരത്തെ നടന്ന ഒരു സംഭവമാണ്. അതിനെപ്പറ്റി നമ്മളിപ്പോൾ സംസാരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ ഷുഡ് വരുന്നത്. വേറെ ഒരെണ്ണം നോക്കാം. ദേ സജസ്റ്റഡ് ദാറ്റ് ദ മീറ്റിംഗ് ഷുഡ് ബി ഹെൽഡ് അറ്റ് ദെയർ ഓഫീസ്. ഇതിൻ്റെ അർത്ഥം അവർ നിർദ്ദേശിച്ചു മീറ്റിംഗ് അവരുടെ ഓഫീസിൽ വെച്ച് നടത്തണമെന്ന്. ഇവിടെയും നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നത് ഇത് നേരത്തെ കഴിഞ്ഞ ഒരു സജഷനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടാണ്. സജസ്റ്റിൻ്റെ മറ്റൊരു യൂസേജാണ് സജസ്റ്റ് പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്.
നമ്മളിത് ഉപയോഗിക്കുന്നത് നമ്മൾ മറ്റൊരാളോട് ഒരു ആക്ഷൻ എടുക്കാൻ പറയുമ്പോഴാണ്. പക്ഷേ നമ്മൾ ആരാണ് ഈ ആക്ഷൻ എടുക്കുന്നതെന്ന് അതിനകത്ത് നമ്മൾ സെൻറ്റൻസിൽ മെൻഷൻ ചെയ്യത്തില്ല. someone എന്നുള്ളത് അവിടെ നമ്മൾ പറയത്തില്ല. കാരണം ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ആരെ പറ്റിയാണ് പറയുന്നതെന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം I suggest taking the train. ഇതിൻ്റെ അർത്ഥം എൻ്റെ നിർദ്ദേശം നമുക്ക് ട്രെയിൻ എടുക്കാം എന്നാണ്. വേറൊരെണ്ണം നോക്കാം. My friend suggest meeting at the movie theatre today. എന്നുവെച്ചാൽ എൻ്റെ കൂട്ടുകാരുടെ നിർദ്ദേശം നമുക്ക് ഇന്ന് വൈകുന്നേരം മൂവി തിയേറ്ററിൽ കാണാമെന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ആരെ പറ്റിയാണ് സംസാരിക്കുന്നതെന്നല്ലേ. അതിനുശേഷം someone എന്ന് നമ്മൾ പറയേണ്ട ആവശ്യം അവിടെ ഇല്ല. ഈ വീഡിയോ കൊണ്ട് സജസ്റ്റ് എന്നുള്ള വേർബ് കറക്റ്റായിട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്നും എന്തുകൊണ്ടാണ് സജസ്റ്റ് മീ എന്ന് പറയുന്നത് തെറ്റാണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ പ്ലീസ് ലൈക്കും ഷെയറും ചെയ്യാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.